Hello, my dear students. Welcome back to ISAC's Physics Classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കൺസെപ്റ്റ് ഇക്വേഷൻസ് ഓഫ് മോഷൻ ബൈ കാൽക്കുലസ് മെത്തേഡ്. ഓൾറെഡി നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ ആൾജിബ്രിക് മെത്തേഡ് വെച്ച് ഡിറൈവ് ചെയ്ത് കഴിഞ്ഞതാണ്. അടുത്ത വീഡിയോ നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ് കൂടി ഡിസ്കസ് ചെയ്യും. ആൾജിബ്രിക് മെത്തേഡും ഗ്രാഫിക്കൽ മെത്തേഡാണ് എക്സാമിന് കൂടുതലായി ചോദിച്ച് കണ്ടിരിക്കുന്നത്. ബട്ട് കാൽക്കുലസ് മെത്തേഡ് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം NCERT ടെക്സ്റ്റ് ബുക്സിൽ കാൽക്കുലസിന്റെ ബേസിക് ഇക്വേഷൻസ് ഒക്കെ ഒരുപാട് പറയുന്ന കാരണത്താൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഔട്ട് ഓഫ് സിലബസ് നമുക്ക് പറയാൻ കഴിയില്ല. ആ ഒരു കാരണത്താലാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡെറിവേഷൻ കാൽക്കുലസ് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ കാരണം. ബട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആൾജിബ്രിക് മെത്തേഡും ഗ്രാഫിക്കൽ മെത്തേഡ്സിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ജസ്റ്റ് ഇത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇക്വേഷൻസ് ഏതൊക്കെയായിരുന്നു? V = U - GT, S = ut minus half gt square, v square = u square minus 2gs, Sn = u minus g into n minus half. മൂന്ന് ഇക്വേഷൻസ് ഓഫ് മോഷനും സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഫോർത്ത് ഇക്വേഷൻ, ഇങ്ങനെ 4 ഇക്വേഷൻസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ 4 ഇക്വേഷൻസിനെ കാൽക്കുലസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡിറൈവ് ചെയ്യാനാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം എന്താണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ നമുക്ക് നോക്കാം. Equations of motion, that means this equation is only applicable for uniformly accelerated motion. നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്, അണ്ടർ ഫ്രീ ഫാൾ ഗ്രാവിറ്റി, ആ ഒരു കേസിലാണ് നമ്മൾ ആ ജി ഒക്കെ വരുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുന്നത് ഇസ് ഓൺലി ആപ്ലിക്കബിൾ ഫോർ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. Equations of motion of kinematics describe the basic concept of the motion of an object, such as the position, initial velocity, final velocity, or the acceleration of an object at various times. These three equations of motion govern the motion of an object in 1 dimension, 2 dimension, and 3 dimension. The derivation of the equations of motion is one of the most important topics in physics. In this video, we'll show how to derive the equations of motion by calculus method. അപ്പോൾ കാൽക്കുലസ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ആ 4 ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നതിന് മുന്നേ ആ ഇക്വേഷനിലെ ടേംസ് നമുക്ക് പരിചയപ്പെടാം. An object is initially at u എന്ന വെലോസിറ്റി ആണ്, s ദൂരം സഞ്ചരിച്ചപ്പോൾ അതിന് വെലോസിറ്റി v ആയി, അതിനടുത്ത സമയം t ആണ്, a is acceleration. So where s is displacement, u is initial velocity, v final velocity, a acceleration, and time of motion t. അപ്പോൾ ഇക്വേഷനിലേക്ക് പോകുന്നതിന് മുന്നേ കാൽക്കുലസിന്റെ ക്ലാസ്സുകളിൽ ഇരിക്കാത്ത കുട്ടികൾക്ക് ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഡെറിവേഷന് ആവശ്യമായ ബേസിക് കാൽക്കുലസിനെ കുറിച്ച് നമുക്ക് ആദ്യം പറയാം, അതിനുശേഷം നമുക്ക് ഡെറിവേഷനിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, v = ds/dt. അപ്പോൾ ഇത് വായിക്കുന്ന എങ്ങനെയാണ്? ഡിഫറൻഷിയേറ്റ് ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം, വി വിൽ ഗെറ്റ് വെലോസിറ്റി. ഡിസ്പ്ലേസ്മെന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടൈം, അതാണ് ഡി ടി എന്ന് പറയാൻ കാരണം. അപ്പോൾ ds/dt എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം, വി വിൽ ഗെറ്റ് വെലോസിറ്റി. ഇൻ സിമിലർ മാനർ, a = dv/dt. Differentiate velocity with respect to time, we will get acceleration. അതായത് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട് എങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടൈം, അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് വെലോസിറ്റി കിട്ടും. അതേപോലെ വെലോസിറ്റി ഉണ്ട് എങ്കിൽ വെലോസിറ്റി ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടൈം, എങ്കിൽ നമുക്ക് ആക്സലേഷൻ കിട്ടും. അപ്പോൾ ഇത് ഡിഫറൻസിയേഷൻ ആണ്. ഇനി നമുക്ക് ഇന്റഗ്രേഷൻ നോക്കാം. അപ്പോൾ ഇന്റഗ്രേഷൻ മീൻസ് ഇന്റഗ്രൽ dt, ദാറ്റ് ഈസ് ഈക്വൽ ടു t. അപ്പോൾ ഡിഫറൻസിയേഷൻ നേരെ ഓപ്പോസിറ്റ് ആണ് ഇന്റഗ്രേഷൻ. അപ്പോൾ ഒരു ഫംഗ്ഷൻ നമുക്ക് ടി എന്ന ഫംഗ്ഷൻ എടുത്തു, അതിനെ ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തു, പിന്നെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്തു, അപ്പോൾ നമുക്ക് അതേ ഫംഗ്ഷൻ കിട്ടും. കാരണം ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ചെറുതാക്കലാണ്, ഇന്റഗ്രേഷൻ എന്ന് വെച്ചാൽ ചെറിയ ക്വാണ്ടിറ്റി വെച്ച് സമപ്പ് ചെയ്യുക, അതാണ് ഇന്റഗ്രൽ ഡി ടി എന്ന് പറയുന്നത് ടി ആണ്. ഇൻ സിമിലർ മാനർ ഇന്റഗ്രൽ ഡി എസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എസ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി അതേപോലെ തന്നെ ഈ ഇക്വേഷൻ ത്രൂ ഔട്ട് ഇക്വേഷനിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാൽക്കുലസ് ഒരു ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കും. ആ ഇക്വേഷൻ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇത് ഡെഫിനറ്റ് ഇന്റഗ്രൽ ആണ്. ഇത് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്, എവിടം തൊട്ട് എവിടം വരെ, അതായത് 0 സമയം മുതൽ t സമയം വരെ at² എന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു ടൈം, അതാണ് dt എന്ന് കൊടുക്കാൻ കാരണം. അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം, എന്താണോ കോൺസ്റ്റൻസ് ആ കോൺസ്റ്റൻസ് എടുത്ത് വെളിയിൽ വെക്കണം. സോ a ഇന്റഗ്രൽ 0 to t² dt. അപ്പോൾ t² എന്ന ഫംഗ്ഷൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ t² എന്ന് പറഞ്ഞാൽ t⁻n ഫോം ആണ്. അപ്പോൾ t⁻n ഫോം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇന്റഗ്രൽ a to b, a എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ്, b എന്ന് പറയുന്ന അപ്പർ ലിമിറ്റ്, t⁻n അതാണ് ഫംഗ്ഷൻ. അപ്പോൾ t⁻n ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് t⁻n+1/n+1 ab, പിന്നെ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതുപോലെ നമുക്ക് t² എങ്ങനെ ചെയ്യാൻ നോക്കാം. സോ a ഇൻറ്റു
ടി സ്ക്വയർ പ്ലസ് വൺ, കാരണം എന്നിന് പകരം 2 ആണ്. അപ്പോൾ 2 പ്ലസ് 1 ബൈ 2 പ്ലസ് 1 0 ടു ടി. അതാണ്. അപ്പോൾ ആൻസർ എന്ത് വരും? എ ഇൻറ്റു ടി ക്യൂബ് ബൈ 3. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക ടിക്ക്, ദെൻ മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. സോ ഇക്വേഷൻ ബിക്കം എ ഇൻറ്റു ടി ക്യൂബ് ബൈ 3 മൈനസ് 0 ക്യൂബ് ബൈ 3. സോ ഇറ്റ് ബിക്കം 0. സോ ഇക്വേഷൻ ബിക്കം എ ടി ക്യൂബ് ബൈ 3. അപ്പോൾ ഈ ടി റേസ് ടു എൻ ആ ഫോം ശരിക്കും ഓർത്ത് വെക്കണം. ഇത് ത്രൂ ഔട്ട് നമ്മൾ എല്ലാ ഇന്റഗ്രേഷനിലും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ ഇതിനെ ഒന്നിച്ച് കാൽക്കുലസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയും കാൽക്കുലസിന്റെ ബേസിക് ടൂൾസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെറിവേഷൻസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഇനി ഡെറിവേഷനിലേക്ക് പോവാണ്. ഫസ്റ്റ് വൺ, വെലോസിറ്റി ടൈം റിലേഷൻ. അപ്പോൾ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് വെലോസിറ്റിയും ടൈം തമ്മിൽ റിലേഷൻ ആണ്. അതായത് വി ഈക്വൽ യു പ്ലസ് എ ടി എന്ന ഇക്വേഷനെ കാൽക്കുലസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റ് വൺ, എ ഈക്വൽ ഡി വി ബൈ ഡി ടി. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏതാണ് ഫസ്റ്റ് ഇക്വേഷൻ ചൂസ് ചെയ്യാന്നൊരു ഓർമ്മ വേണം. എങ്കിലാണ് പിന്നെ അത് അറേഞ്ച് ചെയ്ത് ലാസ്റ്റിൽ എത്തിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് വെലോസിറ്റി ടൈം റിലേഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് വെലോസിറ്റിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? ആക്സലറേഷൻ. സോ എ ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി. അത് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡി വി ഇസ് ഈക്വൽ ടു എ ഡി ടി. ഇനിയാണ് ശ്രദ്ധിക്കണം, നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോകണം. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്, ഫൈനൽ വെലോസിറ്റി വി ആണ്. ഇനി ടൈം, അപ്പോൾ ടൈമിന്റെ ഇനീഷ്യൽ 0 ആണ്, ടൈം ടി ആണ്. അപ്പോൾ അതാണ് യു, അതായത് ഏത് സമയത്താണോ യു, 0 സമയത്ത് യു ആണ്, ഏത് ടൈമിലാണ് വി, ടി സമയത്താണ് വി. അപ്പോൾ ഡി വിക്ക് ലോവർ ലിമിറ്റ് യു കൊടുത്തു, അപ്പർ ലിമിറ്റ് വി കൊടുത്തു. അതേപോലെ ടി ആകുമ്പോൾ 0 ടു ടി കൊടുത്തു. ഇനി എസ് ആകുമ്പോൾ 0 ടു എസ് കൊടുക്കും. അപ്പോൾ അവിടെ എന്താണോ വിത്ത് റെസ്പെക്ട് വരുന്നത് അതിനനുസരിച്ച് നമ്മൾ ലിമിറ്റ് അവിടെ സെറ്റ് ചെയ്യാം. ഡി വി ആയതുകൊണ്ട് വിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് യു ആണ്, ഫൈനൽ വി ആണ്. ഡി ടി ആയതുകൊണ്ട് ടൈം 0 ടു ടി എന്ന് കൊടുക്കാൻ കാരണം. ഇനി ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? കോൺസ്റ്റൻസ് എടുത്ത് പുറത്ത് വെക്കണം. അപ്പോൾ കോൺസ്റ്റൻസ് എടുത്ത് പുറത്ത് വെക്കുമ്പോൾ എ കോൺസ്റ്റന്റ് ആണ്. എ എന്തുകൊണ്ടാണ് കോൺസ്റ്റന്റ് ആവാൻ കാരണം? ദിസ് ഇക്വേഷൻ ഇസ് ഓൺലി ആപ്ലിക്കബിൾ ഫോർ യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ എ എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. എ ഒരു കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് എ എന്ത് ചെയ്തു, പുറത്തെടുത്ത് വെച്ചു. ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഡി വിയും ഡി ടിയും. അത് ഓൾറെഡി നമുക്കറിയാം, ഇന്റഗ്രൽ ഡി വി അത് വി ആവും, ഇന്റഗ്രൽ ഡി ടി അത് ടി ആവും. അപ്പോൾ ഇക്വേഷൻ എന്തായി മാറി? വി യു വി എന്ന് പറഞ്ഞ ലിമിറ്റുകളാണ്, ടി അതിന്റെ ഡിഫറൻസ് ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടിയതാണ്. 0 ടു ടി ലിമിറ്റ് ആണ്. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോൾ ഇക്വേഷൻ വരും വി മൈനസ് യു ഇസ് ഈക്വൽ ടു എ ടി മൈനസ് 0. ടി മൈനസ് 0 വരാൻ കാരണം ടിക്ക് ആദ്യം ടി അപ്പർ ലിമിറ്റ് കൊടുത്തു, മൈനസ് ടിക്ക് ലോവർ ലിമിറ്റ് കൊടുത്തു, ടി മൈനസ് 0. അപ്പോൾ ഇക്വേഷൻ എന്തായി? വി മൈനസ് യു ഈക്വൽ ടു എ ടി. സോ ഇക്വേഷൻ ഇസ് ഈക്വൽ ടു വി ഈക്വൽ ടു യു പ്ലസ് എ ടി. അപ്പോൾ എ ഈക്വൽ ടു ഡി വി ബൈ ഡി ടി എന്ന ഡിഫറൻസിയേഷൻ വെച്ചിട്ട് അത് അറേഞ്ച് ചെയ്തു, പിന്നെ ഇന്റഗ്രേഷൻ ചെയ്തു, ലിമിറ്റ് അപ്ലൈ ചെയ്ത് നമുക്ക് വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന വെലോസിറ്റി ടൈം റിലേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പോൾ ഈ ഇക്വേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എവിടെയാണ് തുടങ്ങേണ്ടത്, ലിമിറ്റുകൾ എന്താണ് സെറ്റ് ചെയ്യേണ്ടത് കാര്യങ്ങൾ ഓർത്തിരിക്കുക. സോ ഫൈനൽ വി വിൽ റീച്ച് ദ എക്സ്പ്രഷൻ വി ഈക്വൽ ടു യു പ്ലസ് എ ടി. നെക്സ്റ്റ് ഇക്വേഷനിലേക്ക് പോവാം. നെക്സ്റ്റ്, പൊസിഷൻ ടൈം റിലേഷൻ. വി ഇസിക്കൽ ഡി എസ് ബൈ ഡി ടി. അപ്പോൾ പൊസിഷൻ ടൈം റിലേഷൻ എസ് ഇസിക്കൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ തുടങ്ങേണ്ടത് വെലോസിറ്റി ആണ്. ഡിഫറൻഷിയേറ്റ് ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം, ഡി എസ് ബൈ ഡി ടി, വി വിൽ ഗെറ്റ് വെലോസിറ്റി. സോ വി ഇസ് ഈക്വൽ ടു ഡി എസ് ബൈ ഡി ടി. ഇനി അത് അറേഞ്ച് ചെയ്യാൻ നമുക്ക് എഴുതാം, ഡി എസ് ഇസ് ഈക്വൽ ടു വി ഡി ടി. ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അതിന് മുന്നേ വി ക്യൂ പ്ലസ് എ ടി എന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് ഓൾറെഡി നമുക്ക് പ്രീവിയസ് ഇക്വേഷനിൽ കിട്ടിയാണ്. അപ്പോൾ വി ഈക്വൽ യു പ്ലസ് എ ടി എന്ന ഇക്വേഷൻ വിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഡി എസ് ആണ്. അപ്പോൾ എസിന്റെ ലോവർ എന്ന് പറയുന്നത് 0 ആണ്. അതായത് ഡിസ്പ്ലേസ്മെന്റ് 0 മുതൽ എസ് വരെ പോയി, ആണ് 0 ടു എസ്. ഇനി ഡി ടി ആയതുകൊണ്ട് 0 മുതൽ ടി വരെ ലിമിറ്റ്സ് അപ്പ് കൊടുത്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എ പ്ലസ് ബി. അപ്പോൾ ആ ഇന്റഗ്രേഷൻ എക്കും ബിക്കും ബാധകമാണ്, അതായത് യുക്കും ബാധകമാണ്, എ ടിക്കും ബാധകമാണ്. അപ്പോൾ ഈ ഇന്റഗ്രേഷൻ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടിനും കോമൺ ആയി കൊടുക്കുക. സോ ഇക്വേഷൻ ബിക്കം ഇന്റഗ്രൽ 0 ടു ടി യു ഡി ടി പ്ലസ് 0 ടു ടി ഡി എ ടി ഡി ടി. അതായത് യുവിനും എ ടിക്കും ആ ഇന്റഗ്രേഷൻ ബാധകമാണ്, അതാണ് സെപ്പറേറ്റ് ആയി കൊടുത്ത്. ഇനി ചെയ്യേണ്ട കാര്യം, കോൺസ്റ്റൻസ് എടുത്ത് പുറത്ത് വയ്ക്കാം. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി യു കോൺസ്റ്റന്റ് ആണ്, എ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാവും? 0 to s ds is equal to u constant, take it outside, integral 0 to t dt plus a constant, take it outside, 0 to t dt. അപ്പോൾ t എന്ന് പറഞ്ഞാൽ t raised to 1 ആണ്. അപ്പോൾ t raised to n ന്റെ ഫോം നമുക്ക് അറിയാം. അപ്പോൾ ആ ഒരു ഇക്വേഷൻ വെച്ച് എന്ത് ചെയ്യാം, അതിന് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ dt എന്ന് പറഞ്ഞാൽ t ആണ്, ഇന്റഗ്രൽ ds എന്ന് പറഞ്ഞാൽ s ആണ്. സോ ഇക്വേഷൻ ബിക്കം s is equal to ut plus a into t square by 2. അപ്പോൾ s വരാൻ കാരണം ഇന്റഗ്രൽ ds അത് s ആയി, ഇന്റഗ്രൽ dt അത് t ആയി. ഇനി t raised to 1നെ t raised to 1 plus 1 by 1 plus 1, അതാണ് t square by 2. ലിമിറ്റുകളുണ്ട്. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ആദ്യം അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക, മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോൾ s minus 0 is equal to u into t minus 0 plus a into t square by 2 minus 0 square by 2. 0 square by 2 means 0 ആണ്. So equation become s is equal to ut plus a into t square by 2, or we can say that s is equal to ut plus half a t square. അപ്പോൾ
പൊസിഷൻ ടൈം റിലേഷനും ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ എവിടെ നിന്നാണ് തുടങ്ങിയത്, എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ചെയ്തത്, ലിമിറ്റുകൾ ഏതൊക്കെയാണ് സെറ്റ് ചെയ്തതെന്നാണ് ഇതിൽ ഓർക്കേണ്ട കാര്യം. സോ പൊസിഷൻ ടൈം കഴിഞ്ഞു. സോ നെക്സ്റ്റ് ഇക്വേഷൻ പൊസിഷൻ വെലോസിറ്റി, ദാറ്റ് ഇസ് വി സ്ക്വയർ ഇസ് ഇക്വൽ യു സ്ക്വയർ പ്ലസ് 2 എന്ന ഇക്വേഷൻ ആണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എ ഇക്വൽ ഡി വി ബൈ ഡി ടി, അവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആക്സലറേഷൻ ഇസ് ഇക്വൽ ടു ഡി വി ബൈ ഡി ടി. ദാറ്റ് മീൻസ് ഡിഫറൻഷിയേറ്റ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം വി വിൽ ഗെറ്റ് ആക്സലറേഷൻ. ഇക്വേഷൻ ഒന്ന് അറേഞ്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു, ഡി എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡി എസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. കാരണം ഡി എസ് കട്ട് ചെയ്ത ഡി വി ബൈ ഡി ടി തന്നെ ആവും. സോ ഡി വി ബൈ ഡി എസ് ഇൻറ്റു ഡി എസ് ബൈ ഡി ടി. അപ്പോൾ ഡി എസ് ബൈ ഡി ടി നമുക്കറിയാം വെലോസിറ്റി ആണ്. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം, എ ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി എസ് ഇൻറ്റു വി. സോ അതിൽ ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം, എ ഡി എസ് ഇസ് ഈക്വൽ ടു വി ഡി വി. അടുത്ത് ലിമിറ്റ് നമുക്ക് കൊടുക്കാം. ലിമിറ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഡി എസ് ആയതുകൊണ്ട് 0 to s, ഡി വി ആയതുകൊണ്ട് u to v. ഇനി ടൈമാണ് 0 to t. ക്ലിയർ. ഇനി ചെയ്യുമ്പോൾ കോൺസ്റ്റൻസ് എടുത്ത് ആദ്യം പുറത്ത് വെക്കണം. സോ കോൺസ്റ്റൻസ് എടുത്ത് പുറത്ത് വെക്കും. എ കോൺസ്റ്റന്റ് ആണ്, വി കോൺസ്റ്റന്റ് അല്ല, കാരണം വി വിത്ത് റെസ്പെക്ട് ടു ഡി വി ആണ്, അപ്പോൾ കോൺസ്റ്റന്റ് അല്ല. എ വിത്ത് റെസ്പെക്ട് ടു ഡി എസ് ആയതുകൊണ്ട് എ കോൺസ്റ്റന്റ് ആവാൻ കാരണം, എസ് വിത്ത് റെസ്പെക്ട് ടു ഡി എസ് ആണ്, എസ് കോൺസ്റ്റന്റ് അല്ല. പക്ഷേ ഇവിടെ എ ആണ്, ഇവിടെ ഡി എസ് ആണ് വന്നിരിക്കുന്നത്, അപ്പോൾ എ കോൺസ്റ്റന്റ്. വി ഡി വി ആകുമ്പോൾ വി ഇസ് നോട്ട് എ കോൺസ്റ്റന്റ്. വി എന്ന് പറഞ്ഞാൽ വി റേസ് ടു 1 ഫോം ആയി. അപ്പോൾ നമ്മൾ ടി റേസ് ടു എൻ ഫോം പോലെ, അപ്പോൾ വി റേസ് ടു 1 + 1 / 1 + 1 ഫോമിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ എ ഇൻറ്റു എസ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ 2. വി സ്ക്വയർ ബൈ 2 എന്ന് വരാൻ കാരണം എന്താണ്, വി റേസ് ടു 1 ആണ്. വി റേസ് ടു 1 + 1 / 1 + 1 ദിസ് വി സ്ക്വയർ ബൈ 2. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്പോൾ എ ഇൻറ്റു എസ് മൈനസ് 0 വി സ്ക്വയർ ബൈ 2 മൈനസ്, ഇവിടെ ശ്രദ്ധിക്കണം യുവും വി ആണ് ലിമിറ്റ്. അപ്പോൾ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുത്തു വി സ്ക്വയർ, പിന്നെ വിക്ക് ലോവർ ലിമിറ്റ് അത് യു സ്ക്വയർ കൊടുത്തു. അതാണ് വി സ്ക്വയർ ബൈ 2 മൈനസ് യു സ്ക്വയർ ബൈ 2 എന്ന് വരാൻ കാരണം ഇത്ര നേരം ചെയ്തതിലൊക്കെ 0 ആണ് ആ ടേം വന്നത്. പക്ഷേ ഇവിടെ യു ആയതുകൊണ്ട് ആ ടേം അവിടെ എക്സിസ്റ്റ് ചെയ്യും. സോ ഇക്വേഷൻ ബ്രാക്കറ്റ്സ് ഓപ്പൺ നമുക്ക് കിട്ടും, എ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ 2 മൈനസ് യു സ്ക്വയർ ബൈ 2. ഇനി 2 ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ് ആകുമ്പോൾ 2a is equal to v square minus u square. The final expression become v square is equal to u square plus 2as. അപ്പോൾ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ കിട്ടിക്കഴിഞ്ഞു, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അപ്പോൾ 3 ഇക്വേഷൻസും ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ഫൈനൽ എക്സ്പ്രഷനിലേക്കാണ്, ദാറ്റ് ഇസ് ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ പാർട്ടിക്കിൾ ഇൻ nth സെക്കൻഡ്. അപ്പോൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞാണെങ്കിൽ കൂടി ജസ്റ്റ് മനസ്സിലാൻ വേണ്ടി പറഞ്ഞുതരാം. വി ഇസിക്കൽ ഡി എസ് ബൈ ഡി ടി നമ്മൾ ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഒന്ന് അറേഞ്ച് ചെയ്തു, ഡി എസ് ഇസിക്കൽ വി ഡി ടി ആണ് ഇക്വേഷൻ. ദെൻ വി ക്യൂ പ്ലസ് എ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ദെൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെ ചെയ്യാം, നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് nth സെക്കൻഡ്, അതായത് എന്നാമത്തെ സെക്കൻഡിൽ ഡിസ്പ്ലേസ്മെന്റ് വേണ്ട, അവസാനത്തെ സെക്കൻഡിൽ ഡിസ്പ്ലേസ്മെന്റ് വേണം. അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, മുഴുവൻ സമയമുള്ള ഡിസ്പ്ലേസ്മെന്റ് കാണുന്നു, അതിനുശേഷം തൊട്ട് മുന്നുള്ള സെക്കൻഡ് കാണും. അതായത് ഫോർ എക്സാമ്പിൾ 10ാമത്തെ സെക്കൻഡിലാണ് ഡിസ്പ്ലേസ്മെന്റ് കാണുന്നതെങ്കിൽ 10 സെക്കൻഡ് ഡിസ്പ്ലേസ്മെന്റ് കാണുന്നു, 9 സെക്കൻഡ് ഡിസ്പ്ലേസ്മെന്റ് കാണുന്നു. ഇന്ന് 10 സെക്കൻഡിൽ നിന്ന് 9 സെക്കൻഡ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 10ാമത്തെ സെക്കൻഡ് ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് കവേർഡ് ഇൻ n-1 സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എസ് ഇസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഇക്വേഷനിൽ ടിക്ക് പകരം n-1 കൊടുക്കും. അതേപോലെ ഡിസ്പ്ലേസ്മെന്റ് കവർ ഇൻ nth സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, SNth, അതായത് SN മൈനസ് SN-1, അതായത് ഈ ടൈമുകളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആ ഇക്വേഷൻ ഡി എസ് ഇക്വൽ യു പ്ലസ് എ ടി എന്ന ഇക്വേഷൻ നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതായത് SN, അതായത് നമുക്ക് വേണ്ടത് അവസാനത്തെ സെക്കൻഡ്, തൊട്ട് മുന്നത്ത് വേണം, അതാണ് n-1 കൊടുക്കാൻ കാരണം. അപ്പോൾ SN അപ്പർ ലിമിറ്റും SN-1 ലോവർ ലിമിറ്റ് കൊടുക്കാൻ കാരണം നമുക്ക് ആ ബിറ്റ്വീൻ ആ ഡിസ്പ്ലേസ്മെന്റ് മാത്രം മതി. മുഴുവൻ വേണമെങ്കിൽ 0 to SN കൊടുക്കേണ്ടിയിരുന്നു, അല്ലെങ്കിൽ 0 to n കൊടുക്കേണ്ടിയിരുന്നു. നമുക്ക് മുഴുവൻ വേണ്ട, നമുക്ക് ആവശ്യം എന്താണ്, n-1 തൊട്ട് n വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് മതി. അതാണ് ലോവർ ലിമിറ്റ് n-1ഉം അപ്പർ ലിമിറ്റ് SN കൊടുക്കാൻ കാരണം. ഇതിൽ n-1 എന്ന് പറയുന്ന ടൈമാണ്, n എന്ന് പറയുന്ന ടൈമാണ്, n എന്ന് പറയുന്ന അവസാന സമയമാണ്, n-1 എന്ന അവസാനത്തിന് തൊട്ട് മുന്നത്തെ സമയം. അപ്പോൾ അത് രണ്ടും കൂടി സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, യുവിനും എ ടിക്കും സെപ്പറേറ്റ് ഇന്റഗ്രേഷൻ കൊടുക്കണം. അപ്പോൾ അത് ഡി എസ് ഇസ് ഈക്വൽ ടു യു ഡി ടി പ്ലസ് എ ടി ഡി ടി. ഇന്റഗ്രേഷൻ രണ്ടിനും കോമൺ ആയിട്ട് എടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കോൺസ്റ്റൻസ് എടുത്ത് പുറത്ത് വയ്ക്കാം. അപ്പോൾ ഇതിൽ യു കോൺസ്റ്റന്റ് ആണ്, എയും കോൺസ്റ്റന്റ് ആണ്, ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. ഡി ടി എന്ന് പറഞ്ഞാൽ ടി ആണ്, ടി റേസ് ടു 1 നമുക്കറിയാം 1 + 1 / 1 + 1 ടി സ്ക്വയർ ബൈ 2 ആവും. അപ്പോൾ SN-1 ലിമിറ്റുകൾ അപ്ലൈ ചെയ്തു. യു ടി ആണ്, ലിമിറ്റ് n-1 ലോവർ ലിമിറ്റ്, അപ്പർ ലിമിറ്റ് n, ടി സ്ക്വയർ ബൈ 2ന്റെ ലോവർ ലിമിറ്റ് n-1, n അപ്പർ ലിമിറ്റ്. അപ്പോൾ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കും, മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, SN മൈനസ് SN-1 എന്ന് പറഞ്ഞാൽ SNth എന്നർത്ഥം, അതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ SNth ഇസ് ഈക്വൽ ടു യു ഇൻറ്റു ടിക്ക് ആദ്യം n കൊടുത്തു, മൈനസ് ടിക്ക് പിന്നെ n-1 കൊടുത്തു. ദെൻ ടി സ്ക്വയർ ബൈ 2ന് ടിക്ക് ആദ്യം n സ്ക്വയർ കൊടുത്തു, ദെൻ n-1 ഹോൾ സ്ക്വയർ കൊടുക്കാൻ കാരണം അപ്പർ ലിമിറ്റ് n ആണ്, ലോവർ ലിമിറ്റ് n-1 ആണ്. ഇനി നമ്മൾ ആ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്ത് അറേഞ്ച് ചെയ്യാണ്. അപ്പോൾ n മൈനസ് ഓഫ് n-1ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും, -n -1 ഇൻറ്റു -+1 ആവും. ദെൻ
2 take it outside, അപ്പോൾ a by 2i, അപ്പോൾ n square minus n minus 1 the whole square. എന്നും മൈനസ് എന്നും ക്യാൻസൽ ആയി, അപ്പോൾ യു ഉള്ളിലേക്ക് വരും, യു ഇൻറ്റു 1 യു ആയി. ദെൻ ഇവിടെ എൻ സ്ക്വയർ മൈനസ് 2n പ്ലസ് 1 ദറ്റ് ഈസ് എ മൈനസ് ബി സ്ക്വയർ ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഷൻ ചെയ്തു, എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ദെൻ ഇതൊന്ന് അറേഞ്ച് ചെയ്ത് നമുക്ക് ഇങ്ങനെ വരും, യു പ്ലസ് എ ബൈ 2 എൻ സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ പ്ലസ് 2n മൈനസ് 1, ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, അപ്പോൾ എൻ സ്ക്വയർ കട്ട് ചെയ്യും. സോ യു പ്ലസ് എ ബൈ 2 ഇൻറ്റു 2n മൈനസ് 1. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം, എസ് എൻ ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ഇൻറ്റു എൻ മൈനസ് ഹാഫ്. അപ്പോൾ ഇതാണ് ഫൈനൽ എക്സ്പ്രഷൻ. അപ്പോൾ ഇതിൽ ഡെറിവേഷൻസ് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, അതുകൊണ്ട് ഇത്ര വളരെ ഫാസ്റ്റിൽ മൂവ് ചെയ്ത്, കാരണം ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയ കൺസെപ്റ്റ് ഒന്നുമല്ല, പക്ഷേ എങ്ങനെയാണ് ചെയ്യാന്ന് ഒരിക്കലെങ്കിലും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ജസ്റ്റ് എല്ലാ സ്റ്റെപ്സും കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയോടൊപ്പം തന്നെ വന്നാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഓൾമോസ്റ്റ് എന്ത് ചെയ്യും മനസ്സിലാവും. ഇനി നമുക്ക് ഇതിൽ എങ്ങനെയാണ് ജി എന്ന കൺസെപ്റ്റ് നോക്കാം. അത് ഓൾറെഡി നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ്. Vertical motion under gravity. So acceleration due to gravity is directed towards the center of the earth. So it is convenient to take g as negative always. ഈ ഒരു കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. v equal to u minus gt, s is equal to ut minus half gt square, v square is equal to u square minus 2gs, and sn is equal to u minus g into n minus half. അപ്പോൾ അണ്ടർ ഫ്രീ ഫോൾ ആണെങ്കിൽ ഗ്രാവിറ്റി എന്ന് പറയുന്നത് എപ്പോഴും 9.8 ആണ്. അത് തന്നില്ലെങ്കിൽ ഷുഡ് ബി മൈനസ് 9.8. ശ്രദ്ധിക്കണം, ഓൾറെഡി മൈനസ് കൊടുത്തുകൊണ്ട് വീണ്ടും മൈനസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ജിക്ക് 9.8 കൊടുത്താൽ മതി. ജി 10 എടുക്കാൻ വേണ്ടി പറഞ്ഞാൽ മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ, 10 എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് കാൽക്കുലസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മൾ ഈ 4 ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൺസെപ്റ്റ് അല്ല എങ്കിൽ കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഗ്രാഫിക്കൽ ആൻഡ് ആൾജിബ്രിക് മെത്തേഡ്സ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആ 2 കൺസെപ്റ്റ്സ് എടുക്കുമ്പോഴും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാം. അതാണ് ഇത് വളരെ സ്പീഡി ആയിട്ട് എടുത്തു പോയത്. കാരണം ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഒരു മോഷൻ സ്ട്രേറ്റ് ലൈൻ പഠിക്കുന്ന ഒരു കുട്ടികൾ കാൽക്കുലസ് അറിഞ്ഞിരിക്കണം എന്ന രീതിക്ക് ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. സോ ഹോപ്പ് ദിസ് കൺസെപ്റ്റ്സ് ആർ വെരി ക്ലിയർ ടു യു. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഫീൽ ഫ്രീ ആസ്ക് ടു കമൻറ്റ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.